അപ്പോൾ നമ്മൾ ആന്ധ്രയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തൊരു കാഴ്ചയാണ് ഇതെന്ന് പറഞ്ഞാൽ. ഒരു ലോറിയുടെ പുറകിൽ കർഷകരായിട്ടുള്ള കുറേ ആളുകൾ അവരുടെ കൃഷിയുടെ വിളവെടുപ്പിന് ശേഷം ആ തണ്ണിമത്തൻ എല്ലാം വണ്ടിയെ നിറച്ച് അതിൻ്റെ മുകളിൽ കയറി ലോറിയുടെ പുറത്ത് തന്നെ യാത്ര ചെയ്യുന്നു. ഒരാൾ അതിൻ്റെ ബാക്കിൽ തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഒരു ചേച്ചിമാരും അവിടുത്തെ ചേട്ടന്മാരും എല്ലാം കൂടെ ഒരുമിച്ച് അവരെല്ലാം കൂടെ, എനിക്കൊന്ന് ഫാമിലിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അയൽവക്കക്കാരൊക്കെ ആയിരിക്കും. അവരെല്ലാം ഒരുമിച്ച് കൃഷിയൊക്കെ കഴിഞ്ഞ് ഈ ഹോൾസെയിൽ മാർക്കറ്റിലോട്ട് വല്ലതുള്ള യാത്രയിലായിരിക്കും. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും കാണാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ നാട്ടിലെങ്ങാനും ഉണ്ടെങ്കിൽ തീർന്നു, ആ ഡ്രൈവറുടെ കാര്യം തീർന്നു. അപ്പോഴേ നമ്മളെടുത്ത് MVD അറിയിച്ച് പോലീസിനെ അറിയിച്ച് പിന്നെ ആകെ കൂടി ഒരു പുകിലാണ് ഇവിടെ. പക്ഷേ ഇത് സർവ്വസാധാരണമായിട്ടുള്ള കാഴ്ചയാണ്. പോലീസുകാരൊക്കെ വഴി സൈഡിൽ നിൽപ്പുണ്ടല്ലോ, അവരൊന്നും അത് മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. കാരണം അവർക്കത് നിത്യമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് തന്നെ പേടി തോന്നും, ആ ചേച്ചി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എങ്ങാനും ഒരു ബ്രേക്ക് ഇട്ടാൽ താഴെ പോകും. എന്നിരുന്നാലും അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞപ്പോൾ അവരെല്ലാം ചിരിക്കുന്നുണ്ട്. എന്തായാലും അതൊരു പെർമിഷനായിട്ട് കരുതാം. അപ്പോൾ ആന്ധ്രയിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഓട്ടോയിലായിട്ടോ ലോറിയിലായിക്കോട്ടെ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. ഒരുപാട് ആളുകളെ കയറ്റിയുള്ള യാത്രകളെന്ന് പറഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് നിത്യമായിട്ടൊരു സംഭവമാണ്. പിന്നെ ഇതുപോലെ നമ്മൾ പോലും കാണാത്ത വണ്ടികളൊക്കെ നമുക്ക് കാണാം. അതായത് ബൈക്കിൻ്റെ ചേസും ഓട്ടോയുടെ ബാക്ക് സൈഡിലും ഘടിപ്പിച്ച് ഇവർ തന്നെ ഉണ്ടാക്കുന്ന വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയായിട്ട് തോന്നിയത് കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കാഴ്ചകളിൽ നമുക്ക് കാണാം. ബൈ.